മലയാളത്തോടും മലയാളികളോടും ഹൃദയബന്ധം സൂക്ഷിച്ചിരുന്ന കലാകാരനായിരുന്നു സക്കീർ ഹുസൈൻ. ഒറ്റ മലയാള ചിത്രത്തിന് മാത്രമേ അദ്ദേഹം സംഗീതം നൽകിയിട്ടുള്ളൂവെങ്കിലും അതിനും അപ്പുറമായിരുന്നു സക്കീറിന് മലയാളക്കരയോടുള്ള പ്രിയം. തബലപ്പെരുക്കത്തിലൂടെ ലോകം കീഴടക്കിയ സംഗീതജ്ഞൻ സാക്കിർ ഹുസൈൻ എന്നും കേരളത്തിന് പ്രിയങ്കരനായിരുന്നു. സാക്കിർ സംഗീതം നിർവഹിച്ച ചുരുക്കം ചില ചലച്ചിത്രങ്ങളിൽ ഒരെണ്ണം മലയാളത്തിലായിരുന്നു. ഷാജി എൻ കരുൺ സംവിധാനം ചെയ്ത് മോഹൻലാൽ മുഖ്യവേഷത്തിലെത്തിയ ആഗോളതലത്തിൽ ശ്രദ്ധേയമായ വാനപ്രസ്ഥം. കഥാപാത്രത്തിന്റെ അസാധാരണ അസ്തിത്വ പ്രതിസന്ധി പ്രതിപാദിക്കുന്ന വാനപ്രസ്ഥത്തിന്റെ സംഗീതം സാക്കിറിന്റെ കൈകളിൽ ഭദ്രമായിരുന്നു. ആ നാളുകൾ ഓർത്തെടുത്ത് ഷാജി എൻ കരുൺ. സിനിമ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് എന്താണെന്ന് തിരിച്ചറിഞ്ഞ ഒരു വ്യക്തിയുടെ ഒരുപക്ഷെ ഒരുപാട് മലയാള അല്ലെങ്കിൽ സിനിമകൾ ചെയ്തിട്ടുള്ള വ്യക്തികളുടെ ഒരു പ്രത്യേക തരത്തിലുള്ള അല്ലെങ്കിൽ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് എന്ന് പറയുന്നത് ഒരു പ്രത്യേക സംസ്കാരം എന്നാണെന്ന് തിരിച്ചറിഞ്ഞ ഒരു വ്യക്തിയുടെ അറിവിൽ കൂടിയാണ് അദ്ദേഹം അത് തന്നിട്ടുള്ളത്. മുംബൈ ആസ്ഥാനമായ കേളി എന്ന സംഘടനയുടെ ആഭിമുഖ്യത്തിൽ പെരുവനം ഗ്രാമത്തിന്റെ കലാചരിത്രം രേഖപ്പെടുത്തുന്ന പദ്ധതിക്ക് തുടക്കം കുറിക്കാൻ 2017 സാക്കിർ ഹുസൈൻ എത്തിയിരുന്നു. അന്ന് പെരുവനം കുട്ടന്മാരാരുടെ പാണ്ഡ്യമേളം ആവോളം ആസ്വദിച്ചു സാക്കിർ ഹുസൈൻ. മട്ടന്നൂർ ശങ്കരൻകുട്ടി മാരാർക്കൊപ്പം ജുഗൽബന്ദിയും നടത്തിയാണ് അന്ന് സാക്കിർ പെരുവനത്ത് നിന്ന് മടങ്ങിയത്. ആ നാളുകൾ പെരുവനത്തിന്റെ വാക്കുകളിൽ. അദ്ദേഹം ഒരു പാഠമാണ്. അദ്ദേഹത്തിൻ്റെ പ്രവർത്തനങ്ങളൊക്കെ നമുക്കൊരു പാഠമാണ്. എങ്ങനെ മനുഷ്യരെ സ്നേഹിക്കാം, ഒരു കലാകാരനായ മറ്റ് കലാകാരന്മാരെ എങ്ങനെ സ്നേഹിക്കാം, മറ്റ് കലകളെ എങ്ങനെ സ്നേഹിക്കാം, ഇതൊക്കെ സക്കീർ ഹുസൈൻ ഒരു മാർഗനിർദ്ദേശം നൽകി നമ്മളെ പഠിപ്പിച്ചു. പാലക്കാട് മണിയയ്യർ, എൽ ശങ്കർ തുടങ്ങിയ മലയാളി കലാകാരന്മാരുടെ ആരാധകനായിരുന്നു സാക്കിർ ഹുസൈൻ. സാക്കിർ ഹുസൈൻ എന്ന അസാധാരണ പ്രതിഭയുടെ വിയോഗം മലയാളികൾക്ക് വേദനയോടെയല്ലാതെ ഓർക്കാൻ കഴിയില്ല. റിസർച്ച് ഡെസ്ക് 24.